ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. സംക്രാന്തി വസന എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. കാണാത്തവർക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. എന്തായാലും 24 മണിക്കൂർ കൊണ്ട് 14 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വെങ്കടേശാണ് പടത്തെ അഭിനയിക്കുന്നത്. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ പടത്തിന്റെ 3 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ പടം ബുക്ക് മൈ ഷോയിൽ മാത്രം 500K പ്ലസ് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ള അറിയിച്ചു. പിന്നെ പടം IMAX-ൽ പുറത്തിറങ്ങേണ്ടതുള്ള മുന്നേ അറിയിച്ചാണ്. അപ്പോൾ IMAX-ൽ പുറത്തിറങ്ങേണ്ടതെന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ കൂടി വന്നിട്ടുണ്ട് പുതിയത്. എന്തായാലും ഇതിന് ബുക്കിംഗ് ഒക്കെ ഇന്ന് രാവിലെ 10 മണി മുതൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പിന്നെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ പടത്തിന്റെ കേരളത്തിൽ 5 ദിവസത്തെ കളക്ഷൻ 6.40 കോടിയാണെന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ തരുണം എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ 6 മണിക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഫത്തഹ് എന്ന് പറഞ്ഞ 3 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഡ്രാഗൺ എന്ന് പറഞ്ഞിടത്തെ സെക്കൻഡ് സിംഗിൾ വരാൻ പോവാണ്. ഡ്രീം സോങ് എന്നുള്ള രീതിയിലാണ് പാട്ടിന്റെ പേര് കൊടുത്തിട്ടുള്ളത്. എന്തായാലും പ്രൊമോ ഒന്ന് പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എപ്പോഴാണെന്നുള്ള അറിയില്ല. പിന്നെ വിശാലിന്റെ കുറെ കാലം മുന്നേ റിലീസിനെത്തായിരുന്ന മതഗജരാജ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ 12-ാം തീയതി പടം എത്താൻ പോവുകയാണ്. കുറേ കാലത്തിന് ശേഷമാണ്. എന്താ പ്രശ്നം ഉണ്ടായെന്ന് അറിയില്ല, അന്ന് റിലീസ് ആവാതിരിക്കാൻ. പിന്നെ ഡാക്കു മഹാരാജ് എന്ന് പറഞ്ഞ പടത്തിന്റെ US-ലത്തെ പ്രീ റിലീസ് ഇവന്റിന്റെ വീഡിയോ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ 5 days to go പോസ്റ്റർ ഇട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ജട്ടസ്യ മരണം ധ്രുവം എന്ന് പറഞ്ഞ പടത്തിന്റെ ക്യാരക്ടർ ഡ്രോ ക്ലിംസ് ഇന്ന് 6/3 വരുന്നുള്ള അറിയിച്ചു. പിന്നെ G2 ഗൂഢാചാരി 2 എന്ന് പറഞ്ഞിട്ടുള്ള അതിശേഷം അഭിനയിക്കുന്ന പടത്തിൽ അമിക ഗബീനെ ഓൺബോർഡ് ആയ രീതിയിൽ ഒരു പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഗംഭീര പോസ്റ്റേഴ്സാണ് ഈ ടീമിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ പോസ്റ്റേഴ്സും. ഇതും അതേമാതിരി സൂപ്പർ പോസ്റ്റർ തന്നെയാണ്. പിന്നെ അനശ്വരാജന്റെ 2 പടങ്ങളാണ് ഈ ആഴ്ചയിൽ വരാൻ പോകുന്നത്. 9-9 രേഖാചിത്രം എന്ന് പറഞ്ഞ പടം, പിന്നെ 10 ഇന്ന് സ്വന്തം പുണ്യാളം എന്ന് പറഞ്ഞിട്ടുള്ള പടം. രേഖാചിത്രം എന്തായാലും ഗംഭീര പടമെന്നാണ് തോന്നുന്നത്. പിന്നെ സൂര്യ അഭിനയിക്കുന്ന ഒറ്റന്മാരെടുക്കുന്ന പടം വാടിവാസൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം 3 പാർട്ടിലാണ് റിലീസാകുക എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് ചിലപ്പോൾ ഈ പൊങ്കലിൽ ഉണ്ടാവും എന്നുള്ളതൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്താണെന്നുള്ളതെന്ന് അറിയില്ല. ചിലപ്പോൾ വന്നേക്കാം, ചിലപ്പോൾ വരാതിരിക്കാം. പിന്നെ നിഫദ്ദീനെ അടുത്ത് ഉണ്ണിമുദ്രനെ വെച്ചിട്ട് തന്നെ പടം എടുക്കുന്നത് എന്നുള്ളതാണ് കേൾക്കുന്നത്. അതിൽ വില്ലനായിട്ട് ആന്റണി വർഗീസ് പെപ്പ വരും എന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ മാർക്കോ 95 കോടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വിടാമുയർച്ചി എന്ന് പറഞ്ഞ പടത്തിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റിച്ചായിരുന്നു. ഇപ്പോൾ ജനുവരി 30-ാം തീയതിയാണ് ഇനി പടം റിലീസാകുക എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്നുവെച്ചാൽ മോഹൻലാലിൻ്റെ തുടരുന്ന പറഞ്ഞ പടത്തിൻ്റെ ഒപ്പം എന്തായാലും ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ പുഷ്പ 2 എന്ന് പറഞ്ഞ പടം ജനുവരി 11-ാം തീയതി ഒന്നുകൂടി റിലീസ് ആകാൻ പോവാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് എക്സ്ട്രാ സീന് ആഡ് ചെയ്തിട്ടാണ് പടം ഇറക്കാൻ പോകുന്നത്. എന്തായാലും ട്രെയിലറിൽ ഉണ്ടായിരുന്ന ചില ഷോട്ട്സ് ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഫസ്റ്റിൽ ആ വെള്ളത്തിൽ വീണിട്ട് അതിന് പൊന്തി വരുന്ന മാതിരത്തെ ഒരു ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു. ട്രെയിലറിലാവും ഉണ്ടായിരുന്നില്ല. അതേമാതിരി ഫഹദ് ഫാസിൽ ഒരു കുളത്തിൽ നിന്നിട്ട് നീച്ച് വരുന്ന രീതിയിലൊരു സംഭവം ഉണ്ടായിരുന്നു. അതും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ആഡ് ആയിട്ടുണ്ടാവും. പിന്നെ MMN എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗമായിട്ട് മമ്മൂട്ടി ശ്രീലങ്കയ്ക്ക് ഷൂട്ടിങ്ങിനായിട്ട് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്ലൈറ്റ് വെച്ചിട്ടുള്ള കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായി. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും ശ്രീലങ്കത്തെ ഷെഡ്യൂളിൻ്റെ ഇടയ്ക്ക് നിന്ന് ഒരു സ്റ്റില്ല് കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഒരു ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റില്ലാണ്. പിന്നെ മമ്മൂട്ടിയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞ ട്രെയിലർ ഇന്ന് 6 മണിക്ക് വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഇതൊരു പ്രത്യേക രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു നോട്ടീസ് ബോർഡ് മാതിരി. എന്തായാലും ഡൊമിനിക് ഡിറ്റക്റ്റീവ്സ് എന്നുള്ള രീതിയിലാണ് പേര് കൊടുത്തിട്ടുള്ളത്. മെയിൻ ഡിറ്റക്റ്റീവ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിയുടെയും ഗോകുൽ സുരേഷിൻ്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ സർവീസാണ് അവർ ചെയ്യുന്നത് എന്നുള്ള രീതിയിലും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ട്രെയിലറിന് വരും, എങ്ങനെ ഉണ്ടാവും എന്നുള്ള കണ്ടറിയാം. പിന്നെ ടോക്സിക് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു അപ്ഡേറ്റ് വരുമെന്ന് പറഞ്ഞിരുന്നു. അതൊരു വീഡിയോ എന്നുള്ള അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ പീക്ക് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്നുവെച്ചാൽ ഇന്ന് യശിൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ യശ്. എന്തായാലും അതിൻ്റെ ഒരു ടീച്ചറുമായിട്ട് സംഭവം വന്നിട്ടുണ്ട്. ഏകദേശം 59 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് തന്നെ പറയാം. അത്ര ഡ്യൂറേഷൻ വരുന്ന ഒരു സംഭവമാണ് ഇറക്കിയിട്ടുള്ളത്. സംഭവം കൊള്ളാം, പക്ഷേ നമ്മൾ വിചാരിച്ച മാതിരത്തെ സംഭവം അല്ലേ തന്നിട്ടുള്ളത്. എന്തായാലും നന്നായിട്ടുണ്ട്. കാണാത്തവരുടെ കണ്ടു നോക്കുക. പിന്നെ കെവിൻ പ്രൊഡക്ഷൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി ബർത്ത്ഡേ റോക്കിംഗ് സ്റ്റാർ യശ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുമാതിരി ലഹരി മ്യൂസിക്കിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ വിളിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരും ബൈ.